ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ഇത്രയും മതി. രാവിലെ വന്ന് കേറുമ്പോ തന്നെ തെറ്റ്. ഇതുണ്ടോ ടെസ്റ്റ് പേപ്പറിന്റെ പേപ്പറാ? എല്ലാ ആത്മഹത്യനും ഞാൻ തരാം. ഇവിടുന്ന് വടി എന്തിയേടോ? ലീഡറേ വടി എന്തിയേ? അടി എന്തിയേടോ? പോയി വടി എടുത്തോണ്ട് വാടോ. റോൾ നമ്പർ 1 1 2 3 4 വന്നില്ല 5. സന്ധ്യലക്ഷ്മി വന്നിട്ടില്ല ടീച്ചറെ. സന്ധ്യലക്ഷ്മി എന്തിയേടോ? സപ്താഹോ? സപ്താഹം തുടങ്ങിക്കഴിഞ്ഞാ ഇങ്ങനെ ക്ലാസ്സിൽ കയറാത്ത ഒരു പെങ്കൊച്ച്. എടാ എന്തിയേടോ വിടുന്ന പേന? എന്തിയേ ബോർഡിൽ എഴുതുന്ന പേന? എടാ ലീഡറേ എന്തുവാടോ ഇത്? ഇപ്പൊ എടുത്തോണ്ട് വാ. ഡസ്റ്റും പിന്നെ പേന എടുത്തോണ്ട് വാ. അതെങ്ങനാ? മുടി എത്ര വട്ടമാ പിന്നെ കെട്ടിയേക്കുന്നത്? അപ്പൊ പിന്നെ തലയിലോട്ട് ഇതിന്റെ വല്ല ഓർമ്മയും പോവോ? ഇതെന്തുവാടോ? എന്തുവാ ലീഡറേ? തനിക്കൊരു കാര്യം, ഒരു ബോർഡ് രാവിലെ വരുമ്പോ തന്നെ ഈ ഒരു ബോർഡ് വൃത്തിയാക്കി ഇടാൻ കഴിയല്ലെങ്കിൽ താൻ എന്തിനാടോ ഇലക്ഷന് നോമിനേഷൻ കൊടുത്തത്? ഞാനൊരു 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട് രാവിലെ ക്ലാസ്സിൽ വന്ന് കയറുമ്പോ ഈ ബോർഡ് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കരുതെന്ന്. കഴിഞ്ഞ 8ാമത്തെ അവർക്ക് തന്നെ ബയോളജി ക്ലാസ് മൊത്തം ആ ബോർഡിനകത്തുണ്ട്. എടാ വൃത്തിയാക്കടോ. പിന്നെ വൃത്തിയാക്കുക. അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് സബ്ജക്റ്റും ഡേറ്റും എഴുത്. എല്ലാം എഴുന്നേറ്റ് അവനവൻ ഇരിക്കുന്ന ഭാഗത്തെ ആ പേപ്പറും മുട്ടായി തോലും പിന്നെ ജാമിന്റെ കവറും അച്ചാറ് കവറും എല്ലാം വാരി എടുത്ത് കൊണ്ട് കളഞ്ഞിട്ട് വാ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ പഠിപ്പിക്കാനാ മനുഷ്യന്മാര് സമാധാനമായിട്ട്? ഒരു ക്ലാസ് അങ്ങനെ നമ്മളൊരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ ദൈവികമായി കാണേണ്ട സ്ഥലമാ. അവിടെ ഇങ്ങനെ കുപ്പ വാരി ഇടുവാണോ ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ വീടിനകത്ത് ഇങ്ങനെ കുപ്പ വാരി ഇടുവാണോ? മൊത്തം വാരടോ അങ്ങോട്ട്. അതിന് കിടന്ന് ബഹളം വെക്കണ്ടേ ഇനി എല്ലാണോ കൂടി? അത് വാരുന്നേന്. യൂണിഫോം ഇടാത്തവരാരൊക്കെയാടേ? യൂണിഫോം ഇടത്തില്ല പ്രോപ്പറായിട്ട്, കറക്റ്റ് ആയിട്ട് ക്ലാസ് വരത്തില്ല. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ടീച്ചർമാരുടെ കണ്ണ് വെട്ടി ചോടുക. അറിയാതെ എല്ലാത്തിനും 10ാം ക്ലാസ് ഇഷ്ടം പോലെ പഠിക്കാനുണ്ടെന്ന്. ഇങ്ങനെയാണോടോ ഒരു സ്കൂളിൽ? ഇങ്ങനെയാണോ ഇവിടുത്തെ അച്ചടക്ക രീതിക്ക്? ഇങ്ങനെയാണോ നിൽക്കേണ്ടത് കുട്ടികള്? ബുക്കെടുക്ക്. ഹോംവർക്ക് ഒക്കെ എഴുതിയായിരുന്നോ? ഹോംവർക്ക് എഴുതാത്തവരൊക്കെ എണീക്കടോ. അടിയും എടുത്തോണ്ട് ഓടിച്ചല്ലേ. ഗുഡ് മോർണിംഗ്. ഇരിക്കെ. എന്തോ ഉണ്ട് പിന്നെ? കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടിരിക്കുവാണല്ലേ? ടീച്ചർ നല്ല സുന്ദരിയല്ലേടി? ആടി മുഖത്തൊക്കെ ഇവർ എന്തോ ചെയ്തിട്ടുണ്ടോ കാര്യമായിട്ട്? ചോദിച്ചേടി എന്തുവാ? നീ ചോദിക്കാൻ എനിക്കൊന്നും വയ്യ. എല്ലാരും എന്താ കല്യാണത്തിനൊക്കെ വരാഞ്ഞത്? 2-3 പേരെ വന്നോളായിരുന്നു. ടീച്ചറെ ആമിനെ ചോദിക്കാന്ന് ടീച്ചർ എങ്ങനെ സുന്ദരിയായെന്ന്. കല്യാണമൊക്കെ ആയപ്പോഴത്തേനെ ടീച്ചറെ മുഖം ഫുള്ള് ടാൻ അല്ലായിരുന്നോ? മുഖത്ത് ഈ വെയിലൊക്കെ കൊണ്ട് നല്ല ടാൻ ആയിരുന്നു. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് നമ്മള് ഓൺലൈനായിട്ട് മേടിച്ച്. എന്തോ ടീച്ചറെ അത്? ക്യൂർ സ്കിന്നിന്റെ പ്രൊഡക്റ്റിന് വേണ്ടി ക്യൂർ സ്കിന്നിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡെർമറ്റോളജിസ്റ്റിന്റെ ഫ്രീ കൺസൾട്ടേഷൻ കിട്ടും. ഇതുപോലെ ആപ്പ് വഴി നമുക്ക് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. എന്റെ ഫേസിന്റെ മെയിൻ പ്രോബ്ലം വെയിൽ കൊണ്ട് ടാൻ ആയതാണ്. അതിന് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിറ്റാണ്. ഇതൊരു ഫേസ് വാഷ് ആണ്. ഇത് നല്ലൊരു ഫേസ് വാഷ് ആണ്. നല്ലപോലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് വാഷിന് ശേഷം ബാരിയർ റെസ്ട്രിക്റ്റർ ക്രീം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വെയിൽ കൊണ്ട് ഡാമേജ് ആയ നമ്മുടെ സ്കിന്നിനെ വളരെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് കൊണ്ടുവരും. അതിനുശേഷം നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇതാണ് എന്റെ ഡേ ടൈം റൊട്ടീൻ. ഇത് വളരെ നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഫുൾ ഡേ കവറേജ് കിട്ടും. ടാനിങ് കൊണ്ടുള്ള പ്രോബ്ലംസിന് നമുക്ക് ഗുഡ് ബൈ പറയാൻ പറ്റും. നൈറ്റ് ടൈമിൽ ആഫ്റ്റർ ഫേസ് വാഷിന് ശേഷം ക്യൂർ സ്കിന്നിന്റെ നല്ല അടിപൊളി ഒരു ഫേസ് സെറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷിന് ശേഷമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കിന്നിനെ വളരെ ഹെൽത്തിയും ക്ലിയറും ആക്കുവാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഞാനിതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് 2 മാസമായി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉള്ള എന്റെ സ്കിന്നും ഇത് ഇപ്പോഴുള്ള എന്റെ സ്കിന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കൊടുക്കുന്ന കാശിന് 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഈ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പർച്ചേസിന് 100 രൂപ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ റെഫറൽ കോഡായ ബബിത100 യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികളെ, ആധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയാം അല്ലെ? ശ്രീരാമന് നമ്മുടെ രാജ്യഭരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് കാത്തിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ ആ ഒരു പ്രദേശത്തെ, അതായത് ആ രാജ്യത്തെ എല്ലാ ആളുകളും ഭയങ്കര ആഹ്ലാദത്തോടു കൂടി കാത്തിരിക്കുക ശ്രീരാമൻ വരുന്നതും ഈ ഒരു പട്ടം കൊടുക്കുന്നതും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ഉത്സവം ഒക്കെ ആയിട്ട് കാത്തിരിക്കുവാണ്. അപ്പം നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ പട്ടമഹർഷി എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രധാന പത്നി ആരാ? കൈകേയി. എന്ന് വെച്ചാൽ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാർക്ക് 6, 7, 8 ഭാര്യമാരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത് നടക്കത്തില്ല. ഇത്ര മല്ലികയുടെ അച്ഛന് 2-3 ഭാര്യമാരുണ്ട്. എന്തുവാ? ശ്രദ്ധിക്കണോ അങ്ങോട്ട്? അപ്പൊ
അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് നടക്കത്തില്ല. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് 6, 7, 8 ഇഷ്ടം നാട് മൊത്തം പോയിട്ട് അവിടെ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ച്, രാജപുത്രിമാരുണ്ടെങ്കിൽ അവർ വിവാഹം കഴിച്ച് കൊണ്ടുവരും. അതൊന്നും അന്നത്തെ കാലത്ത് പ്രശ്നമില്ല. അപ്പൊ പട്ടമഹർഷിയുടെ മൂത്ത പുത്രന് രാജഭരണം കൊടുക്കാൻ വേണ്ടിയിട്ട് കൈകേയി എന്ത് ചെയ്തു? കൈകേയി സുമിത്ര കുമാരാ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ ഇരിക്കുന്നതു മുന്നവേ ഞാൻ. പുസ്തകം എന്തിയേടോ? നീ പുസ്തകം കൊണ്ടുവന്നില്ലേ? ഇല്ലടി. പുസ്തകം എന്തിയേ? ഞാൻ പുസ്തകം കൊണ്ടുവന്നില്ലേ ഇന്ന്? ക്ലാസ്സിൽ എത്ര പേർക്ക് പുസ്തകം? എടോ ക്ലാസ്സിൽ എത്ര പേർക്ക് പുസ്തകം ഇല്ലടോ? ഇത്രയും പേര് ക്ലാസ്സിൽ പുസ്തകം ഇല്ലാതാണോ ഇരുന്നത്? പിന്നെ ഞാൻ എന്തിനാടോ രാവിലെ വണിഞ്ഞൊരുങ്ങി വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത്? എന്നാ പിന്നെ ഞാനും കൊണ്ടുവരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ നിന്നിട്ട് പോവാം. എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ കുട്ടികളെ, നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾക്ക് പഠിക്കണമെന്ന് തീരെ താല്പര്യമില്ല. ഓണപരീക്ഷയുടെ പേപ്പർ കണ്ടിട്ട് എനിക്ക് തന്നെ എന്റെ തൊലി തന്നെ ഉരിഞ്ഞു പോയി. കാര്യം ഞാൻ കുറച്ച് പേരെ നോക്കിയിട്ടുള്ളൂ. മലയാളത്തിന് ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള വിഷയങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കും. നിങ്ങൾ ഇപ്പോഴും ആ ഒരു 5ാം ക്ലാസിന്റെ ലെവലിൽ നിൽക്കുക. 10ാം ക്ലാസ്സിൽ എത്തി എന്നുള്ള വിവരം നിങ്ങളുടെ തലച്ചോറിനകത്ത് പോയിട്ടില്ല. അല്ലെ നിങ്ങൾ ഈ ഉത്തരവാദിത്വം ഇല്ലായ്മ കാണിക്കത്തില്ല. ഇപ്പൊ കണ്ടില്ല, ഇത്രയും കുട്ടികൾ ക്ലാസ്സിൽ പുസ്തകം ഇല്ലാതെയാണ് വരുന്നത്. മലയാളത്തിന് പിന്നെ ഞാൻ എന്തോ കാണിച്ചു തരാനാണോ? നമ്മൾ ഈ കവിത ഇങ്ങനെ ടീച്ചർമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുവാനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, പുസ്തകത്തിലൂടെ കണ്ണും വിരലും പോകണം, എന്നാൽ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. എത്ര വട്ടം ഞാൻ വായിട്ട് അടച്ചിട്ടുണ്ട് ക്ലാസ്സിൽ കൃത്യമായിട്ട് പുസ്തകം എല്ലാവരും അവനവന് പുസ്തകം കൊണ്ടുവരണമെന്നുള്ളത്. എല്ലാവർക്കും പുസ്തകമുണ്ട്. പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് അതൊന്ന് ബാഗിലെടുത്ത് വെക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലേ? നിങ്ങൾക്ക് ഒരുപാട് പിന്നെ എന്താ പറയാ ചർച്ചകളുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കയർ പിരിക്കാനോ പിന്നെ തൊണ്ടുതല്ലാനോ കാളെ കെട്ടാനോ പശുവിനെ കുളിപ്പിച്ചിട്ടോ ഒക്കെയാണോ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നിങ്ങൾക്ക് ആഹാരവും തന്ന് ബാഗിനകത്താക്കി കൊണ്ട് ആരെങ്കിലും ചോറെടുക്കാൻ മറന്നോടെ? ക്ലാസ്സിൽ ചോറെടുക്കാതെ വന്നവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവരും ആഹാരം കാര്യം ഉരുട്ടി വിഴുങ്ങുണ്ടായി ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ ഇത്രയും പണിയെടുത്ത് നിങ്ങളെ ഇങ്ങോട്ട് വിടുന്ന അച്ഛനും അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് പ്രതീക്ഷയിൽ ഇങ്ങോട്ട് വിടുന്നത്. ക്ലാസ്സിൽ പുസ്തകം പോലും കൊണ്ടുവരത്തില്ല. എങ്ങനെ തോന്നുന്നു നിങ്ങളോടൊക്കെ എനിക്ക് ആത്മാർത്ഥത? എടേ ക്ലാസ്സിൽ പുസ്തകം കൊണ്ടുവരാത്ത ഇത്ര ആളുകള് നാളെ വരുമ്പം ഞാൻ ഈ പഠിപ്പിച്ച ഈ പാഠഭാഗങ്ങൾ മൊത്തം 5 പ്രാവശ്യം എംപോസിഷൻ എഴുതി കൊണ്ടുവരണം. പിന്നെ നാളെ തൊട്ട് ക്ലാസ്സിൽ പുസ്തകം ഇല്ലാത്ത ആളുകൾ വെളിയിൽ പോയി നിന്നാൽ മതി. ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞോളാം കേട്ടോ. ക്ലാസ്സിൽ ഇരിക്കണം. എന്റെ ക്ലാസ്സിൽ പുസ്തകം പഠിക്കാനായിട്ടുള്ളവർ മാത്രം എന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അല്ലാണ്ട് ഇവിടെ പ്രകസനത്തിന് വരുന്നവരാരെയും എന്റെ ക്ലാസ്സിൽ ശ്രീദേവി ടീച്ചറിന്റെ ക്ലാസ്സിൽ അലോ ചെയ്യത്തില്ല. മനസ്സിലായല്ലോ? ഫിസിക്സ് ടീച്ചറെ, സാറ് മാത്സ് സാറിന്റെ ക്ലാസ്സാ, തോമസ് വജിൻ സാറിന്റെ ക്ലാസ്സാ. സാറൊന്നും വന്നിട്ടില്ല. എടാ തോമസ് വജിൻ സാറിന്റെ ക്ലാസ് അല്ലേ മാത്സ്? ഞാൻ ചോദിച്ചു മേടിച്ചതാ. സാർ ഇന്ന് ലീവാ. അപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ വന്ന് എടുത്തോളാം. ഞാൻ ഇത് സാറിന്റെ അടുത്ത് 2 ദിവസം മുന്നേ ചോദിച്ചു വെച്ചതാ. അത് മാത്രമല്ല 1 മാസം മുന്നിലേ ഉള്ള എന്റെ ലീവിന്റെ ക്ലാസ് ഞാൻ സാറിനാ കൊടുത്തേക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് വരാലോ. അത് മാത്രല്ല ഇന്ന് 6ാമത്തെ അവർ പിന്നെ PT പീരീഡ് അല്ലേ? 6ാമത്തെ അവർ. അന്നേരം ഞാനിങ്ങി വരും കേട്ടോ. ടീച്ചറേ എന്താടോ? എന്താ? അയ്യോ വെയിലത്ത് അവിടെ ചെന്നിടന്ന് പട്ടി അണയ്ക്കുന്ന നടക്കും എന്ന് പറഞ്ഞ് ഓടിയാലേ പറ്റത്തോളൂ നിനക്കൊക്കെ. എടോ എന്തേലും 4 ലക്ഷണം പഠിക്കുക. എത്രാം ക്ലാസ്സിലാന്ന് വല്ല ബോധമുണ്ടോ? 10ാം ക്ലാസ്സിലാ. ഫിസിക്സാ വിഷയം, കുഞ്ഞുകളിയൊന്നും അല്ല. എടുത്തേ ഫിസിക്സ് ഡ്രില്ലിന്റെ പീരീഡും. എന്താടോ വല്ലതും അറിയാവോ? ഫിസിക്സും കെമിസ്ട്രിയും വിഷയം, വേറൊന്നും അല്ല. നിനക്കൊക്കെ വല്ലതും അറിയാവോ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റി വല്ലതും അറിയാവോ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ പറ്റി വല്ലതും അറിയാവോ? എന്തോരം പഠിച്ചു തീർക്കാനുണ്ടെന്ന് അറിയാവോ? പിന്നെന്തുവാ? എനിക്കും അവിടെ നിങ്ങളെ പോലെ സുഖിച്ച് അവിടെ ക്ലാസ് ടീച്ചേഴ്സ് റൂമിൽ ഇരുന്ന് ചായയും കുടിച്ച് കാറ്റും കൊണ്ട് അവിടെ ഇരിക്കാം. എനിക്ക് ആത്മാർത്ഥതയുണ്ട്. പോഷൻ തീർക്കാനില്ലയോ? കുഞ്ഞുങ്ങൾക്ക് പോഷൻ തീർക്കാനില്ലയോ? അത് പറഞ്ഞു കൊടുക്കണ്ടായോ? 10ാം ക്ലാസ്സില് പിന്നെ എക്സാം ഹാളിൽ ചെന്ന് അവരന്തം വിടരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വെപ്രാളപ്പെട്ട് വരുന്നത്. അപ്പോഴത്തേക്കും അവർക്ക് അവരെ ഞാൻ കൊല്ലാൻ വന്ന കണക്കുള്ള മുഖവും ഭാവവുമാ. പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ ഇച്ചിരി പോഷൻ തീർത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ശമ്പളമൊന്നും ആരും കട്ട് ചെയ്യത്തില്ല. എന്ത് പാടേ ഇത്? നമ്മളെ കൊല്ലാൻ നോക്കുന്നതാണൊക്കെ. ഒരു ടീച്ചർ ഒരു അധ്യാപിക ക്ലാസ്സിലോട്ട് വന്ന് കയറുമ്പോ അയ്യോ ടീച്ചറെ ഇത് മാത്സിന്റെ ക്ലാസ്സാ. എനിക്കറിയാം മാത്സിന്റെ ക്ലാസ് ആണെന്ന്. മാത്രമല്ല ശനിയാഴ്ച തൊട്ട് മുതൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും. എടുക്കണോ? പുസ്തകം എടുക്ക്. ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും എന്തൊക്കെ ഉണ്ടാവും? പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണുകളും ന്യൂക്ലിയസ്. ടീച്ചർ ഈ അവറും കയറി ടീച്ചറെ. അയ്യോ ടീച്ചറെ ഞാനത് ടീച്ചർ എന്നാ പറഞ്ഞു വെച്ചത്? സാറിന് പറഞ്ഞിരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു സാർ ലീവാണെന്ന് അറിഞ്ഞപ്പം. അയ്യോ ടീച്ചറെ ഞാനിത് മിനിഞ്ഞാന്നേ ചോദിച്ചു വെച്ച ക്ലാസ് ആയിരുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ മാസത്തെ എന്റെ 2 അവർ ഞാൻ സാറിന് കൊടുത്തായിരുന്നേ. അപ്പൊ ഇനി 1 അവർ കൂടി സാർ എനിക്ക് തരാനുണ്ട്. ഇതിപ്പോ ഏതോ 7 8 ചാപ്റ്റർ ആയില്ലേ? ഇനി 2 എണ്ണം കൂടി അല്ലേ ഉള്ളു. ഓണം പരീക്ഷ അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ടീച്ചറെ. എനിക്കാണ് ഒരുപാട് പോർഷൻസ്. ടീച്ചറെ എന്നാ പിന്നെ 6ാമത്തെ അവർ അല്ലേടോ PT പീരീഡ്? 6ാമത്തെ. അയ്യോ ഇവർക്ക് PT പീരീഡ് ഇല്ല. അല്ല ഇന്ന് ഇവർക്ക് 6ാമത്തെ അവർ ആണല്ലോ PT പീരീഡ്. അത് ഞാനും എടുത്തു ടീച്ചറെ. ടീച്ചറെ എന്തോ ടീച്ചറെ ഇത്? എനിക്കൊന്നും പറയാൻ വയ്യ. ഹിന്ദി അല്ലേ വിഷയം? നിങ്ങൾ സിനിമയും സീരിയലും ഇഷ്ടം പോലെ കാണുമല്ലോ. അവരോട് സംസാരിച്ചുള്ള സമയം അങ്ങ് പോയി. ശ്രദ്ധിക്കിങ്ങോട്ട്.
മറ്റേ ക്ലാസ് ഇപ്പൊ പഠിപ്പിക്കും. ഞാനത് 10-12 തൊട്ട് വായിച്ച് പഠിച്ചതാണ്. എന്നാലും 8ാമത്തെ ചാപ്റ്റർ ഇപ്പൊ തീർന്നു കേട്ടോ. 8ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി തീർന്നു. ഇനി 9ാമത്തെ ചാപ്റ്റർ ആണ് ജീവന്റെ ഉൽപ്പത്തി. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിച്ചാൽ മതി കേട്ടോ. വായിച്ചാൽ മനസ്സിലാക്കും. നമുക്ക് 10ാമത്തെ ചാപ്റ്റർ. ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. അയ്യോ എനിക്കും ഡൗട്ട് ഉണ്ട് ടീച്ചറെ. ടീച്ചറെ ഞങ്ങൾക്കും ഡൗട്ട് ഉണ്ട് ടീച്ചറെ. അറിയത്തില്ല. ഇത്ര കാലം സംശയം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ സംശയമായി. ഓ ഈ ക്ലാസ്സിൽ പോലും കേറാത്ത. അതാ ഇന്ന് ക്ലാസ് മൊത്തം ആളുകളുണ്ട്. ഞാൻ അതാ ആലോചിച്ചത്. എന്തൊരു ത്വരയാടോ 9ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ. അല്ല സംശയം ഉണ്ട് ആ ഭാഗത്തിനകത്ത്. വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. വായിച്ചങ്ങ് പഠിച്ചോണ്ടാ മതി. ടീച്ചറെ നെൽപ്പരക്കുന്ന സ്കൂളിലൊക്കെ പഠിപ്പിച്ചു ടീച്ചറെ. ഇത് 2 ആഴ്ച മുന്നേ പഠിപ്പിച്ച്. ആ സ്കൂളിൽ വരെ കണക്കെടുത്തില്ലേ? ശരി 9ാമത്തെ ചാപ്റ്റർ ഇടലാണോ? ചെറുക്കന്മാരെ നോക്കുക. പിള്ളേർക്കൊരു നാണവും ഇല്ല മാനവും ഇല്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കുമെന്നോ. ഞാൻ ഒരു ക്ലാസ്സിൽ ഈ ഒരു പാഠം ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു ചാപ്റ്ററാ. ഒരു കുട്ടികൾ ഇത് ആവശ്യപ്പെട്ടിട്ടുമില്ല. എനിക്ക് അത്ഭുതം തോന്നുവാ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു ത്വര കണ്ടിട്ട്. എടുക്കണോ? ഇനി അത് പഠിപ്പിക്കാനിട്ട് ഇനി ആരും അയ്യോ ഇനി പരീക്ഷയ്ക്ക് തോറ്റ ഇനി അത് പഠിപ്പിക്കാനിട്ടാണേ എന്ന് ആരും പറയണ്ട. എടുക്ക്. മനുഷ്യ പ്രത്യുൽപാദനം. എന്തുവാ മനുഷ്യന്റെ പ്രത്യുൽപാദനം? ഒരു ജീവശാസ്ത്ര പ്രക്രിയയാണ് മനുഷ്യന്റെ പ്രത്യുൽപാദനം. ഇത് പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എന്തുവാ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇത് 2 മനുഷ്യൻ, അതായത് സ്ത്രീയും പുരുഷനും ഇങ്ങനെ എന്തുവാ അതാണ് പിന്നെ പ്രത്യുൽപാദനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകം. എന്തുവാ അപ്പം സ്ത്രീയും പുരുഷനും. അപ്പം എന്താ നമ്മുടെ ഈ പിന്നെ പൂക്കളിലൊക്കെ പോലെ തന്നെ മനുഷ്യനും ഉണ്ട് ഇങ്ങനെ അവയവം. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെന്തുവാ എങ്ങനെ പഠിപ്പിക്കും പണ്ടാരം. എന്തുവാടോ രാഹുലേ? എന്തുവാ പെണ്ണുങ്ങളുടെ ഭാഗത്തോട്ട് നോക്കി കിണിക്കുന്ന ഇരുന്നുണ്ട്? ഞാൻ ചിരിക്കാൻ വല്ലതും പറയുന്നോ? അതോ എന്റെ മുഖം കണ്ടിട്ട് നിനക്ക് ചിരി വല്ലതും തോന്നുന്നോ? എന്നെ നോക്കുന്ന അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ചിരിക്കുന്നു. എന്തുവാടോ? പിന്നെ ഇയാൾ ഇവിടെ വന്നിന്ന് വായിക്കടോ. അപ്പൊ എന്താ നമ്മളിപ്പോ പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യുൽപാദനം. മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ഒരു പ്രവൃത്തിയാണ് പ്രത്യുൽപാദനം. അതിന് പ്രത്യേകിച്ച് എന്താ വേണ്ടത്? ഒരു മനുഷ്യ വിഭാഗത്തിലും ഈ ഒരു പ്രത്യുൽപാദനം ഉണ്ടാകും. അതിന് സ്ത്രീയും പുരുഷനും. സ്ത്രീയുടെ പിന്നെ എന്തുവാ അതിന് നിങ്ങൾ ബാക്കി വീട്ടിൽ പോയി പഠിച്ചോണ്ടാ മതി. വായിച്ചു പഠിച്ചോണ്ടാ മതി. എനിക്ക് ഇതൊക്കെ ഉള്ള വൃത്തിയോടെല്ലാം വന്ന് ക്ലാസ്സിൽ പറഞ്ഞില്ലേ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അടുത്ത പാഠം എടുക്കണോ? 8ാമത്തെ പാഠം എടുക്ക്. അണ്ടം. ഇന്ന് പതിവില്ലാത്ത മുഖങ്ങളൊക്കെ ഉണ്ടല്ലോടെ. എന്തോ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു എല്ലാവരും. ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച് മടുത്തോടെ. എന്തോ ചെയ്യാനാ. ഇനിയിപ്പൊ നമുക്കൊരു 4 ചാപ്റ്ററും കൂടി ഉണ്ട് തീർക്കാം. ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് വെക്കട്ടോ പിള്ളേരെ. അയ്യോ ടീച്ചറെ വേണ്ട. ഫിസിക്സും കെമിസ്ട്രിയും കേട്ട് മടുത്ത് ടീച്ചറെ. ഉച്ചക്കെങ്കിലും വീട്ടിൽ പോട്ടെ ടീച്ചറെ. പ്ലീസ് ടീച്ചറെ. ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ ചാപ്റ്റർ തീർക്കണ്ടേ ടീച്ചറെ. കഷ്ടമാണ് ടീച്ചറെ. എന്നാ ശരി വേണ്ട. അയ്യോ മഴ അഭിനയിക്കാം. ബഹളം വെക്കാതെ ഇടിവിട്ട്. പിന്നെ എന്തിനാ ബഹളം വെക്കുന്നേ? പേടിക്കുന്ന എന്തിനാ? അങ്ങനൊന്നും വരുത്തില്ല. ഒരു കാര്യം ചെയ്യ്. കാല് മടക്കി എല്ലാരും കാല് മേളിലോട്ട് കയറ്റി വെച്ചിരിക്കും. ഇത്ര പേടിയാണെങ്കിൽ. പേടിക്കുന്ന എന്തിനാ? മഴക്കോൾ. ഈ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മഴ പെയ്യുവോ? മഴക്കോൾ ഉണ്ടായിരുന്നില്ലേ? എന്നാ പിന്നെ ഇനിയിപ്പൊ ക്ലാസ് എടുക്കണ്ട. കിടന്ന് ബഹളം വെക്കരുത്. ഇനി വെട്ടുന്നാണെങ്കിൽ കിടന്ന് കൂവരുത്. അതൊരു സുഖവാ മഴ പെയ്യുമ്പോഴത്തേനൊരു കൂക്കലും ബഹളവും. എന്തോ ഇതിനും വേണ്ടിയിട്ട് ബഹളം വെക്കാൻ. അയ്യോ